ഒരുപാട് നാളെ ഞാൻ സ്വപ്നം കണ്ട ഒരു യാത്രയായിരിക്കും ഗൈസ് ഇത്. കുറേ സ്വപ്നമായിട്ടായിരിക്കും ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. കുറേ പെട്ടുകളുമായിട്ട് എല്ലാവരുടെ മുഖത്തും നല്ല ഹാപ്പിനെസ് ഉണ്ട്. ചുമ്മാ ഗൈസ് ഒക്കെ എല്ലാവരുടെ ഉള്ളിൽ വിഷമമുണ്ട്. ബിക്കോസ് അവരും വിഷമിച്ചാൽ ഞാനും വിഷമിക്കുമല്ലോ. ഓക്കെ ഗൈസ്, രാവിലെ 3 മണിക്കാണ് ഫ്ലൈറ്റ്. അത് കാരണം എല്ലാവരുടെ മുഖത്തും നല്ല ഉറക്കക്ഷീണമുണ്ട്. പക്ഷേ ഗൈസ്, ഈ കഥയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഗൈസ് നിങ്ങൾ ഈ കഥ കണ്ടിരിക്കണം. ഓക്കെ, എൻ്റെ ഫസ്റ്റ് വിസ വന്ന ആ ദിവസം എൻ്റെ പൊന്നോ കണ്ടു നോക്കൂ ഗൈസ്. ആ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, എന്തുകൊണ്ടാണ് എൻ്റെ വിസ റിജക്റ്റ് ആക്കി എന്നുള്ളത് പറഞ്ഞ റീസൺസ് ആയിരുന്നു ആ പേപ്പറിനകത്ത്. ഓക്കെ, എൻ്റെ പൊന്നോ ഗൈസ്, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വിസ റിജക്ഷൻ ആയിരുന്നു അത്. ശരിക്കും ഞാൻ നല്ല രീതിയിൽ വിഷമിച്ചു പോയി. ഓക്കെ, പക്ഷേ ഞാൻ അതൊന്നും ഗൈസ് വകവച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ B1 വരെ ഞാൻ പഠിച്ചു. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ വിസയൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊക്കെ വെച്ചിട്ടാണ് ഗൈസ് ഒന്നുകൂടെ എനിക്ക് വിസയൊക്കെ അടിച്ച് കിട്ടുന്നത് തന്നെ. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. കയ്യിലും ഉണ്ട് കുറേ പെട്ടി, കഴുത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഗൈസ് പെട്ടി. എങ്ങനെയെങ്കിലും അകത്തോട്ട് കടത്തി വിട്ടാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. എമിറേറ്റ്സ് ആയ കാരണം ഇച്ചിരി ലിബറലായിരുന്നു, അവർ കടത്തി വിട്ടു. അപ്പം ഗൈസ്, ഫ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, ഫ്ലൈറ്റ് നല്ല ഫ്ലൈറ്റാണ്, 8 hours ഫ്ലൈറ്റാണ്. പക്ഷെ അടുത്തിരുന്നവൻ ഒരു ജർമ്മൻകാരനായിരുന്നു. ജർമ്മൻകാരുകളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് നല്ല ഒടുക്കത്തെ സൈസായിരിക്കും, ഒരു നല്ല സൈസുള്ള ഒരുത്തൻ. ഓക്കെ, എനിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, 8 മണിക്കൂർ ഞാൻ അങ്ങനെ തന്നെ മിണ്ടാതെ ഇരുന്നു. ഓക്കെ, ഒരു കൈ പോലും ഞാൻ അനക്കിയില്ല. എനിവേ ഗൈസ്, അപ്പോൾ നമ്മൾ ദുബായിനെ നമ്മൾ ഒരുപാട് മിസ്സാക്കും. കുറേ നല്ല മെമ്മറീസൊക്കെ ഇച്ചിരി നാളെ നിന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ചേട്ടനും എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് കുറേ നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റി ഗൈസ്. അപ്പോൾ നമ്മുടെ മെനു ഒക്കെ ഗൈസ് നമ്മൾ ഓർഡറാക്കി. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു ഓർഡറൊന്നും ആക്കിയില്ല, ബിക്കോസ് ഓൾറെഡി ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഗൈസ് ഞാൻ എൻ്റെ ലഗേജ് ഇച്ചിരിയും കൂടെ അപ്ഗ്രേഡ് ആക്കിയായിരുന്നു. ഒരു 80-90 kg ഞാൻ അപ്ഗ്രേഡ് ആക്കിയായിരുന്നു. ഓക്കെ, അപ്പം ഗൈസ് ഇത് ബിയറൊന്നും അല്ലാട്ടാ, ഇത് ജിഞ്ചർ എയിലാണ് ഗൈസ്. ഓക്കെ, നോൺ ആൽക്കഹോളിക് ബിവറേജ് ആണ് ഗൈസ്. ഓക്കെ, നമ്മൾ ആൽക്കഹോൾ കൊടുക്കാറില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡും കഴിച്ചൊക്കെ ചില്ല് ചെയ്തിരുന്നപ്പോഴാണ് ഗൈസ് നമ്മൾ പെട്ടെന്ന് ഡോയിഷ്ലാൻഡ് എത്തിയത്. നമ്മളെ ജർമ്മനി, നമ്മളെ സ്വപ്ന രാജ്യം ഗൈസ്. എനിക്ക് പണ്ട് മുതലേ ജർമ്മനി പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീമും ബയണാണ് ഗൈസ്. ഓക്കെ, ജർമ്മൻ ടീം. അങ്ങനെ ഗൈസ് നമ്മൾ സ്ഥലത്തെത്തി. ഓക്കെ, സോ ഗൈസ്, ഒരു പുതിയ വർഷം, ഒരു പുതിയ രാജ്യം, ഒരു പുതിയ തുടക്കം, എല്ലാം പുതിയതായിക്കോട്ടെ. നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം ഗൈസ്. ഓക്കെ, അപ്പം പുതിയ ജർമ്മൻ വ്ളോഗ്സാണ് ഞാൻ വരുന്നതായിരിക്കും, നല്ല കിടക്കാച്ച് വ്ളോഗ്സ്. അതുവരെ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പീസ് ഔട്ട്. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ.